അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഒരു തുള്ളി വെളിച്ചത്തിന്റെ ബഹുവന്യരായ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അല്ലാഹു നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. തർജുമാനുൽ ഖുർആൻ എന്നും ഹിബറുൽ ഉമ്മ എന്നറിയപ്പെടുന്ന പാണ്ഡിത്യത്തിന്റെ ഔന്നിത്യത്തിലെത്തിയ ബഹുവന്യരായ ഒരു സ്വഹാബി വര്യനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹ് ഇബ്നു സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് കാണാം, ഒരിക്കൽ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അബ്ദുല്ലാഹ് ഇബ്നു സഫ്വാൻ ഇബ്നു ഉമയ്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ, അദ്ദേഹത്തിന്റെ വീടെത്തിയപ്പോൾ ഒരുപാട് ജനങ്ങൾ അവിടെ സംഗമിച്ചിരിക്കുന്നു. കാര്യങ്ങൾ തിരക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ജനങ്ങൾ വല്ല ദാനധർമ്മങ്ങളും സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ ബൗദ്ധികമായ കാര്യങ്ങളിൽ നിന്നും വല്ല അംശവും കൈപ്പറ്റാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണെന്നാണ്. ഉത്തരമറിഞ്ഞ അദ്ദേഹം വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അടുക്കൽ സമീപിച്ചപ്പോൾ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സ്വഹാബിക്കാണോ നാം പറയാൻ പോകുന്ന സുന്നത്ത് നിസ്കാരത്തെ പഠിപ്പിച്ചു കൊടുത്തത്, ആ സ്വഹാബിയുടെ വീടിന്റെ സമീപത്തെത്തിയപ്പോൾ അവിടെയും ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ഇതിനെക്കുറിച്ചും അബ്ദുല്ലാഹ് ഇബ്നു സഫ്വാൻ അന്വേഷണം നടത്തിയപ്പോൾ അവിടെ നിന്ന് മനസ്സിലായത്, വിജ്ഞാനങ്ങളുടെ ശേഖരങ്ങളിൽ നിന്നും ഒരൽപ്പം കൈപ്പറ്റാൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ വീട്ടിൽ ജനങ്ങൾ സംഗമിച്ചിരിക്കുന്നു. വിജ്ഞാനം വേണമെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ അടുക്കലേക്ക് പോകണമെന്നും റളിയല്ലാഹു തആല അൻഹു ധനം, അതുപോലെ തന്നെ മറ്റു ഇസ്ലാമികമായ ദാനധർമ്മങ്ങളും മറ്റുമൊക്കെ നിങ്ങൾ കൈപ്പറ്റണമെങ്കിൽ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പോകണമെന്നും പിന്നീട് അവിടുത്തെ ഭരണാധികാരി പോലും പ്രഖ്യാപിച്ചു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നു. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ എന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നീ അദ്ദേഹത്തെ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെ ദീനിൽ ഒരു പ്രമുഖനായ ഒരു പണ്ഡിതനാക്കണേ, ഖുർആൻ വ്യാഖ്യാനത്തെക്കുറിച്ച് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണേ, നീ നിന്റെ ഇൽഹാം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്ത ഒരു മഹാനായ പണ്ഡിതനാണ്, മഹാനായ സ്വഹാബി വര്യനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. ഈ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരിട്ട് വിളിച്ചു വരുത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇന്ന് നമ്മുടെ സുന്നത്ത് നിസ്കാരമാണ് നാം ചർച്ച ചെയ്യാനിരിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ് നിസ്കാരം. ജീവിതത്തിൽ ഒരു തവണ ആരെങ്കിലും നിർവഹിച്ചു കഴിഞ്ഞാൽ യദ്ഖുലുൽ ജന്നഹ ബിഗൈരി ഹിസാബ് എന്ന പോലും ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിൽ അവന് ചോദ്യങ്ങളില്ലാതെ, ഹിസാബിന് അഭിമുഖീകരിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ സ്വർഗപ്രവേശനം ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് ഈ പണ്ഡിതന്മാരുടെ ഹിക്കായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം, ഇനിസ്തതാത അൻ തുസല്ലിഹാ ഫീ കുല്ലി യൗമിൻ മറ, നിനക്ക് ദിവസത്തിൽ ഓരോ ദിവസവും അത് സ്വലാത്തു തസ്ബീഹ് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നീ അങ്ങനെ ചെയ്യുക. നിനക്കതിന് സാധിച്ചില്ലെങ്കിലോ ഫഫീ കുല്ലി ജുമുഅത്തിൻ മറ, എല്ലാ ജുമുഅ ദിവസവും ഓരോ പ്രാവശ്യം ചെയ്യുക. അതിനും സാധിച്ചില്ലെങ്കിൽ ഫഫീ കുല്ലി ഷഹരിൻ മറ,
അതിനും സാധിച്ചില്ലെങ്കിൽ ഫഫീ കുല്ലി സനത്തിൻ മർറ, ഓരോ മാസവും, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഓരോ വർഷവും നീ നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതിനും കഴിഞ്ഞില്ലെങ്കിൽ ഫഫീ ഉംരിക മർറ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കരിക്കുന്ന കാര്യത്തിൽ നീ ശ്രദ്ധ പുലർത്തണേ എന്ന് ഹബീബും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് നസായിയും അബൂദാവൂദും തിർമുദിയുമൊക്കെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇതിന്റെ സമയം രാത്രിയും പകലും എല്ലാം ആവാം, കറാഹത്താകുന്ന സമയങ്ങൾ ഒഴികെ എല്ലാം ഇതിന്റെ സമയമാണ്. സുന്നത്തായി നമസ്കരിക്കണോ, ഈ നിസ്കാരം സുന്നത്താണ് എന്ന് തന്നെയാണ് പ്രബലമായ പണ്ഡിതന്മാരുടെ പ്രബലമായ അഭിപ്രായം. ഇതിൽ ജമാഅത്ത് സുന്നത്തില്ല എങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ അതിൽ പ്രോത്സാഹനം നൽകാൻ വേണ്ടിയും പറ്റുമെന്ന് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുകളാണ് ഈ നിസ്കാരത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ടത്. ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞതിനു ശേഷം 15 തവണയും, പിന്നീട് റുകൂഇലും ഇഅ്തിദാലിലും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും അടുത്ത സുജൂദിലും പിന്നീടുള്ള ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും 10 തവണ, ഔറാദുകൾക്ക് ശേഷം സാധാരണ ചൊല്ലിവരുന്ന ദിക്റുകൾക്ക് ശേഷം 10 തവണ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ മൊത്തം ഒരു റക്അത്തിൽ 75 തസ്ബീഹുകളായി നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള 75 പ്രാവശ്യം നാം ഒരു റക്അത്തിൽ ചൊല്ലുന്നു. ഇങ്ങനെ 4 റക്അത്തുകളാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് സലാം വീട്ടിയും സലാം വീട്ടാതെ 4 റക്അത്ത് ഒരുമിച്ചും നമസ്കരിക്കാവുന്നതാണ്. ഫാത്തിഹയ്ക്ക് ശേഷമാണ്, അതേപോലെ തന്നെ മറ്റുള്ള ദിക്റുകൾക്ക് ഒക്കെ ശേഷമാണ് ഈ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലേണ്ടത്. ഇനി ഫാത്തിഹയ്ക്ക് മുമ്പ് ആരെങ്കിലും 10 പ്രാവശ്യം ചൊല്ലിയാൽ, 15 പ്രാവശ്യം ചൊല്ലിയാൽ, ഫാത്തിഹയ്ക്ക് ശേഷം 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ, സുജൂദിന് ശേഷം ഉള്ള 2 സുജൂദും കഴിഞ്ഞ് ഇടയിലുള്ള ആ ഇരുത്തം, എഴുന്നേൽക്കുന്നതിന്റെ മുമ്പുള്ള ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന്റെ ആ ദിക്റിനെ തൊട്ട് നമുക്ക് ഒഴിവാക്കാൻ ഈ ഖിറാഅത്തിന് ശേഷമുള്ള 10 ദിക്ർ മതി എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ഇത്തരം ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കാനുള്ള, ഓരോ മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങളുടെയും ബാധ്യതകളും കടമകളും തീർക്കാൻ ഈ നിസ്കാരം അതിന് ഒരുക്കമാണതിന്റെ പ്രതിഫലം അത്രയുമുണ്ടെന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി ഖൈറിനെ കേൾക്കാനും പറയാനും പരമാവധി ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ ശ്രോതാക്കൾക്ക് സർവ്വവിധ അഭിവാദ്യങ്ങളും മംഗളാശംസകളും നേർന്നുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.